ഇന്ന് പുലർച്ചെ കാടാമ്പുഴ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് തൃക്കാർത്തിക ആയതുകൊണ്ട് തന്നെ രാവിലെ തൃക്കാർത്തിക ദീപം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ പുലർച്ചെ 1:10 ഞങ്ങൾ അവിടെ എത്തുന്നത്. അപ്പോൾ അത് മുതൽ ഒരു 4 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ശരിക്കും. പക്ഷേ നല്ല തിരക്കായിരുന്നു. അത്രമാത്രം ഭക്തരായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വളരെ പ്രായമായ ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെറിയ കുഞ്ഞു കുട്ടികളെ കൊണ്ടുവന്നവരുണ്ടായിരുന്നു. അതേപോലെ തന്നെ കാലിന് വയ്യാത്ത ഒരു വലിയച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല ആൾക്കാരും അങ്ങനെ വരി നിന്ന് നിൽക്കുകയാണ്. നമ്മൾ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലൈനിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാങ് ആയിട്ട് ആൾക്കാർ കൂളായിട്ട് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് കണ്ടു. ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത്. അപ്പോൾ ഒരു ഗ്യാങ് പോയി, അതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു ഗ്യാങ് പോയി. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താ ഇവർക്ക് മാത്രം ഒരു പ്രത്യേകത ഇവിടെ. നമ്മളിപ്പോൾ ഇത്രയും ആൾക്കാർ ഭക്തന്മാർ തന്നെയാണ്, എല്ലാവരും അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതിന്റെ കൂട്ടത്തിൽ ഇവർ വളരെ ഈസി ആയിട്ട് പോകുന്നത് എന്താണ്? എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഫസ്റ്റ് തോന്നിയത്, ഇനി ചിലപ്പോൾ അവിടെയുള്ള ജോലിക്കാർ, ചിലപ്പോൾ ജോലിക്കാർക്ക് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ അവർക്ക് ജോലി ചെയ്യാനല്ല. അപ്പോൾ അതുകൊണ്ട് തൊഴുത് വന്നതിന് ശേഷം അവർക്ക് ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളവരാണോ അങ്ങനെ ഞാൻ നോക്കി. പക്ഷെ അവരുടെ അടുത്ത് ബാഡ്ജ് ഒന്നും ഇല്ല. അങ്ങനെ പോകുന്നവരുണ്ട് കേട്ടോ. അവരെല്ലാം ഞാൻ ഉദ്ദേശിക്കണം. അങ്ങനെ പോയി പ്രാർത്ഥിക്കാൻ പോയ ആൾക്കാരെ ഞാൻ കണ്ടു. അതല്ല, അല്ലാതെ പിന്നെ 2 കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ശരിയല്ലെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞ് വരും. അപ്പോൾ വീണ്ടും മൂന്നാമതൊരു ഗ്യാങ് കൂടി വരികയാണ്. മൂന്നാമതൊരു 5-6 ആൾക്കാരാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തത്. സെക്യൂരിറ്റി ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ സംഭവം? ഞങ്ങൾ ഇത്രയും നേരത്തെ 1:15 കാലിന് വന്നത്, അതിന് മുന്നേ വന്നവരുണ്ടാവും അവിടെ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു കുറച്ച് ആളുണ്ട് അവിടെ ഓൾറെഡി. ചേട്ടനോട് ചോദിച്ചപ്പോൾ, ഈ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് VIP ആണ്. ഓക്കെ, VIP ആണെങ്കിലും നമുക്ക് ഒരാൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലി നമ്മൾ ഒരു കുട്ടികളും അല്ലെങ്കിൽ അവരുടെ ഭാര്യയും അങ്ങനെ പോകുകയാണെങ്കിൽ തരക്കടില്ല. അത് ഈ ഒരു VIP-നെ കണ്ടിട്ട് ഇത്രയധികം ആൾക്കാർ പോകാൻ അത് ശരിയായ പരിപാടിയാണോ? അത് എല്ലാവരും സമന്മാർ തന്നെയാണല്ലോ. ഈ ദൈവത്തിന്റെ അടുത്ത് നമ്മൾ എല്ലാ ആൾക്കാരും സമന്മാർ തന്നെയാണല്ലോ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള മതങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ വലിയ കോടീശ്വരന്മാരും വലിയ വലിയ ഷെയ്ഖുമാരും ഇപ്പൊ ഒന്നും വേണ്ട, നമ്മുടെ ഇവിടുത്തെ ലുലുവിന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ ആള്, വലിയ സമ്പന്നൻ എന്ന് പറയുകയാണെങ്കിൽ ലുലുവിന്റെ മറ്റേ യൂസുഫ് സാറാണ് അല്ലെ. യൂസുഫ് സാർ പള്ളിയിൽ പോകുമ്പോൾ ഒരു സാധാരണക്കാരുടെ ഇടയിലാണ് പോയിരുന്നത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്നും ഇല്ലാത്ത ഒരു വലിയൊരു സംഭവം ഇവരാരാണ്? അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഒരു നിശ്ചിത ടൈം കൊടുക്കും. ഈ ടൈമിന് എന്താ പറയുക, VIP-ക്ക് പോകാം, ഈ ടൈമിന് പ്രായമായവർക്ക് പോകാം, ഇത് കഴിഞ്ഞെങ്കിൽ കുട്ടികളും അല്ലെങ്കിൽ വളരെ എന്താ പറയുക ചെറിയ കുട്ടികളായിട്ട് വരുന്നവർക്ക് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത് ചെയ്യണം. അല്ലാതെ ഇത്രയും ആൾക്കാരെ ലഭ്യരാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക ഒരു ഉളുപ്പില്ലാതെ, അങ്ങനത്തെ വാക്ക് ഉപയോഗിച്ചിട്ട് ഉളുപ്പില്ലാതെ ഈ പണി ചെയ്യരുത്, മോശമാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് എത്തേണ്ടടുത്ത് എത്തണം. ഇത് ഇപ്പൊ ഞാനൊരു VIP ആണെങ്കിൽ എന്റെ അടുത്ത് തോന്നണം, അയ്യോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നണം. അങ്ങനത്തെ രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തരും ഇപ്പോഴും ഓരോരോ മാധ്യമങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് ഇങ്ങനത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രതികരിച്ചേ പറ്റുള്ളൂ. പ്രതികരിച്ചാൽ മാത്രമേ ഇപ്പം ഇങ്ങനത്തെ ആൾക്കാർ കുറച്ചെങ്കിലും നടങ്ങുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കൊണ്ടുവരണം, സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുവരണം. നിങ്ങൾ സംസാരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഈ അമ്പലത്തിൽ പോയാലും ഇതേമാതിരിയുള്ള എന്താ പറയാ തെമ്മാടിത്തരം ഇതൊന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറൊരാളെ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ശരി, താങ്ക് യു.